പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് കർത്താവിനെ എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആയുസിനെ ആരോഗ്യത്തെ ദീർഘിപ്പിച്ച് തന്ന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തന്ന് യോഗ്യതയില്ലാത്ത അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹരാക്കി യോഗ്യരാക്കി ദൈവത്തിൻ്റെ മാന്യത തന്ന് നമ്മളെ നടത്തുന്ന വഴികളെ ഓർത്ത് വിധങ്ങളെ ഓർത്ത് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓർത്ത് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവവചന ധ്യാന ചിന്തയിലേക്ക് അടക്കാൻ വേഗത്തിൽ ദൈവവചനം യെശയ്യാ പ്രവാചന പുസ്തകം 62-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഐസയ്യാ ചാപ്റ്റർ 62 വേഴ്സ് 11. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം ഹൃദയത്തെ തട്ടി, നമ്മുടെ ഹൃദയത്തെ തട്ടി ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. കർത്താവിൻ്റെ വചനം 62-ാം അധ്യായം യെശയ്യാ പുസ്തകത്തിൽ നിന്ന്, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വാചകമാണ് ഇപ്പം നമ്മൾ കേട്ടത്. അതിന് മുമ്പിലത്തെ വാക്കുകൾ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന വാചനങ്ങളൊക്കെ നമുക്ക് സുപരിചിതവും ഒരുപാട് മെസ്സേജുകൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ സിയോൻ പുത്രി ഒരു തരത്തിൽ പറഞ്ഞ പ്രവാസത്തിൽ പോയി മടങ്ങി വരുന്ന ദൈവജനത്തോടുള്ള അരുളപ്പാടാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുന്ന ദൈവജനത്തോടുള്ള ഒരു അരുളപ്പാടാണ് ഈ വചനം പ്രഖ്യാപിക്കുന്നത്, ഈ വചനം പ്രസ്താവിക്കുന്നത്. ദൈവജനം ദൈവത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ ദൈവം കൊടുക്കുന്ന ഉറപ്പാണ്, ദൈവം കാത്തിരിക്കുന്ന. നമ്മൾ വായിക്കുന്ന, നമ്മൾ പറയുന്ന മുടിയനായ പുത്രൻ പുസ്തകത്തിലില്ല, പക്ഷെ നമ്മൾ പറയുന്ന മുടിയനായ പുത്രൻ, ധൂർത്തപുത്രൻ എന്നോ മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ, ആ പുത്രൻ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ്റേതായ രീതിയിൽ കൂട്ടുകാരുമൊത്ത് സമ്പത്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് അടിച്ചുപൊളിച്ച്, നമ്മുടെ ഭാഷയിൽ അടിച്ചുപൊളിച്ച് എല്ലാം തീർത്ത് കളയുമ്പോഴും അത് അവൻ ഇറങ്ങിപ്പോകുന്ന ദിവസം മുതൽ ആ വീടിനെ മറന്ന് അപ്പനെ മറന്ന് അവൻ അടിച്ചുപൊളിച്ച് നടക്കുമ്പോഴും അപ്പനവന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂട്ടുകാരുള്ളപ്പോഴും അപ്പനെ വേണ്ടാതിരിക്കുമ്പോഴും വീട്ടു വേണ്ടാതിരിക്കുമ്പോഴും അപ്പൻ അവനെ നോക്കി കാത്തിരിക്കുക. എല്ലാവരും കൂടെയുള്ള സമയത്ത് ഒരിക്കൽ പോലും വീടിനെയോ അപ്പനെയോ ഓർക്കാതിരിക്കുന്ന സമയത്തും അപ്പോഴും അപ്പൻ ആ മകനെ ഓർത്തിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഒരിക്കലെങ്കിലും വീടിനെ ഓർത്തപ്പോൾ അപ്പോഴും അപ്പൻ ഈ മകനെ ഓർത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞവൻ ജോലി അന്വേഷിച്ച് നടന്ന് വിശപ്പിന് വയറ് ഒന്ന് അണയാൻ, വിശപ്പടക്കാൻ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴും അപ്പം വീടിനെ ഓർക്കുമ്പോഴും അപ്പോഴും അപ്പൻ നോക്കിയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് മറ്റൊരു ജോലിയും കിട്ടാതെ പന്നിയെ മേയ്ക്കുന്ന ആ ജോലി ഏറ്റെടുക്കുമ്പോൾ അപ്പോഴും അപ്പൻ അവനെ നോക്കിയിരിക്കുന്നു. ആ വാളവന് നിന്ന് വിശപ്പടക്കാൻ ശ്രമിച്ച അതും ആരും അവന് കൊടുക്കാതിരിക്കുമ്പം വീടിനെക്കുറിച്ച് വേദനപ്പെട്ട് ഒരു മാനസാന്തരത്തിലേക്ക് വന്ന് ഞാൻ ആ സ്വർഗത്തോടും എൻ്റെ അപ്പനോടും സ്വർഗത്തോടും അതേ ക്ഷമ പറയും, പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലും, എന്നിട്ട് കൂലിക്കാരൻ ഒരുവനെ പോലെ ആക്കണം എന്ന് പറയുമ്പോഴും ഈ അപ്പൻ നോക്കിയിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് മടങ്ങി അപ്പൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മകനെ സ്വീകരിക്കുമോ എന്ന് വേവലാതിപ്പെട്ട് നോക്കിയിരിക്കുന്ന അപ്പൻ്റെ മുൻപിലേക്ക് ഈ മകൻ വരികയാണ്. അങ്ങനെ ഈ മകൻ ദൂരത്ത് നിന്ന് വരുമ്പോൾ താടി മുടി നീട്ടി കണ്ടാൽ അറിയാത്തൊരു ഭാവത്ത് വരുമ്പോൾ അപ്പന് മകനെ തെറ്റിയില്ല. അപ്പോഴും അപ്പൻ മകനെ നോക്കിയിരിക്കുക. ദൂരത്ത് നിന്ന് കണ്ട് അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, അവനെ മോതിരം കൊടുത്തു, അധികാരത്തിൻ്റെ മോതിരം കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ല, ആ തടിച്ച കാളക്കുട്ടിയെ എടുത്തു, അവന് പുതിയ വസ്ത്രം കൊടുത്തു. അവന് ആ മകനായി അവനെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. കൂലിക്കാരൻ ഒരുവനെന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. അപ്പന് അവനേതൊക്കെ നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കൊടുത്തു. മകൻ എന്ന പദവി മടക്കി കൊടുത്തു. ഇതാ ആ ധൂർത്തപുത്രൻ. ഒരു പാട്ട് പറയുന്നില്ലേ, ഞാനായിരുന്നു. കേൾക്കുന്ന ദൈവം ഇതിലെ നമ്മളാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവത്തിന്റെ ജനമാണ്. ഒരു പരിധി വരെയെങ്കിലും അല്ലെങ്കിൽ ഒരു തലത്തിലെങ്കിലും അകന്നുപോയ നാമാണ് ആ ജനം. എന്നാൽ ആ താതനുണ്ടല്ലോ, ആ പിതാവ്, അത് ദൈവമാണ് നമ്മെ നോക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ജനം വഴിവിട്ടു പോകുമ്പം പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കളയുകയല്ല,
തിരിച്ചു വിളിക്കുന്ന, മടങ്ങി തൻ്റെ അടുക്കിലേക്ക് വരുവാൻ കാത്തിരിക്കുന്ന, തൻ്റെ അടുക്കിലേക്ക് വരണമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന ഒരു പിതാവാണ് ഇന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ആ താതനാണ് ദൈവം. ഇന്ന് കുഞ്ഞെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്നെ നോക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിനക്കുണ്ട്. ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും അകന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്നെ നോക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിനക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഉയരത്തിൽ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. നീ മടങ്ങിച്ചില്ലെന്നതും കാത്തിരിക്കുന്ന ആ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ പറഞ്ഞ മുദ്രാമോതിരം കൊടുത്തതുപോലെ നാം വായിക്കുന്നത് തുടർന്ന്, ഇതാ നിന്റെ രക്ഷ വരുന്നു. അതേ പിതാവിലേക്ക് മടങ്ങി വരുന്ന ആ ജനത്തോട്, ഇതാ നിന്റെ രക്ഷ വരുന്നു. തീർന്നില്ല, നിനക്കുള്ള കൂലി, അതേ കൂലി നീ ചെയ്തതിന് ഒരിക്കലെങ്കിലും നീ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, കഷ്ടപ്പെട്ടിരിക്കും, കൂലി കിട്ടിയില്ല. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. നീ കഷ്ടപ്പെട്ടു, നീ അധ്വാനിച്ചു, നീ ഒരുപാട് കഷ്ടപ്പെട്ടു, നീ ഒരുപാട് അധ്വാനിച്ചു, നിന്റെ കൂലി, നിന്റെ പ്രതിഫലം അവന്റെ പക്കലുണ്ട്. കുഞ്ഞെ, മടങ്ങി വന്ന് നിന്നെ ചേർത്ത് പിടിച്ച്, നീ അധ്വാനിച്ചതിന്, നീ കഷ്ടപ്പെട്ടതിന്, നീ ഒരുപാട് ജാഗരിച്ചതിന്, പ്രാർത്ഥിച്ചതിന് നിനക്ക് വേണ്ടിയുള്ള കൂലി കർത്താവ് തന്റെ കയ്യിലുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറയുവിൻ എന്നിങ്ങനെ യഹോവയുടെ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. മടങ്ങി വന്ന സിയോൻ പുത്രി എടുത്തുയർത്തി കർത്താവിന് വേണ്ടി നിൽക്കുന്ന, യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്ന, അവർക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. പ്രതിഫലം തരുന്ന കർത്താവുണ്ട്, കൂലി തരുന്ന കർത്താവുണ്ട്. നിന്റെ പ്രയത്നത്തിനൊത്തവണ്ണം രൂത്തിനോട് പറയുന്നു, അതേ യഹോവയായ ദൈവം നിനക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. അതേ ഇസ്രയേലിന്റെ ചിറകിന്റെ മറവിൽ, ഇസ്രയേൽ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ആശ്രയിച്ച് കടന്നു വന്നിരിക്കുന്നത് ആ യൂത്തെ നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. അതെ, പ്രതിഫലം നൽകുന്ന ദൈവം, കൂലി തരുന്ന ദൈവം കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. മടങ്ങി വരുന്ന ജനത്തെ ആദരിക്കുന്ന ദൈവം, കൂലി കൊടുക്കുന്ന ദൈവം, പ്രതിഫലം കൽപ്പിക്കുന്ന ദൈവം, വീട്ടിൽ കയറ്റി പുത്രൻ എന്ന പദവി കൊടുക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരത്തിലേക്ക് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവർ പോകുന്ന വഴി, വരുന്ന വഴി, യാത്ര ചെയ്യുന്നിടം സ്വർഗത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. കർത്താവ് ജോലി മേഖലകളിൽ പോകുന്ന ഇടങ്ങളിൽ ഈ ദിവസം അനുഗ്രഹമായി മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അദൃശ്യ സാന്നിധ്യത്താൽ മറയ്ക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, സ്വർഗം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അദൃശ്യ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവും മഹത്തോടെ എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, 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 അമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചരകടിയിൽ അവിടെ ഇവിടങ്ങളായി നമ്മളെ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.